മനാപ്പൻ അധ്യായം 2. ആദ്യ അധ്യായത്തിൽ അപാരമായിട്ടുള്ള നിലയിൽ ബഹുമാനപ്പെട്ട ഈ ഞാൻ ഇടത്തരം നിലയിൽ മാത്രം ബഹുമാനപ്പെട്ട ആ മനാപ്പനെ വളരെ വിമർശന ബുദ്ധിയോടുകൂടി സമീപിച്ചു. ഹരിത കേരളത്തിൽ നിന്നും ഗംഭീരമായിട്ടുള്ള പ്രതികരണമാണ് പോങ്ങന് ലഭിച്ചത്. ധാരാളം സുടുക്കൾ എന്റെ മാതാവിനെ സ്മരിച്ചു കണ്ടു. അവരൊക്കെ പെൺപക്ഷവാദികളായിട്ടുള്ള പുരോഗമന ബുദ്ധരായിരുന്നുവെന്ന് തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം മിക്കവരും മാതാവിന്റെ സ്ത്രീലിംഗത്തെയാണ് സ്മരണയിൽ ഉൾക്കൊള്ളിച്ചത്. നാരീപക്ഷ, പുരോഗമന ബുദ്ധ, പരിഷ്കൃത ഭാവ സമൂഹം എന്ന നിലയിൽ ഹരിത കേരളത്തിൽ മനാപ്പന്റെ ആരാധകർ സ്ത്രീലിംഗ സ്മാരകങ്ങൾ പോലെ കാണപ്പെടുന്നതിൽ പോങ്ങന് അതിശയമേയില്ല, ഒട്ടും തന്നെ അതിശയമില്ല. എന്തുകൊണ്ടാണ് അതിശയമില്ലാത്തതെന്ന് ചോദിച്ചാൽ, മാനവികതയുടെ അപ്പോസ്തലന്മാർ കൂട്ടത്തോടെ പാർക്കുന്ന തീർത്തും സുഡുനിയന്ത്രിതമായിട്ടുള്ള ഒരു വിശുദ്ധ നാടാണല്ലോ നമ്മുടെ ഈ ഹരിത കേരളം. ആ ഹരിത കേരളം ഒരു പൗരന് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് മതേതര മരതകരത്നം. അതായത് ഈ ഞമ്മന്റെ അയൽരാജ്യമായിട്ടുള്ള സംഘിസ്ഥാൻ ഭാരതരത്നം നൽകി അവിടെയുള്ള കാഫറുകളെ ആദരിക്കുന്നത് പോലെ ഈ ഹരിത കേരളം ഇവിടെയുള്ള പൗരന്മാർക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് ഈ മതേതര മരതകരത്നം. ഇത്തവണ മതേതര മരതകരത്നം ബഹുമതി നൽകിക്കൊണ്ട് ഹരിത കേരളം ആദരിച്ചത് ശ്രീമാൻ മനാപ്പനെയാണ്. സ്വാഭാവികമായും പ്രബുദ്ധരുടെ ആരാധനാമൂർത്തിയായിട്ടുള്ള നമ്മുടെ മതേതര മരതകരത്നം മനാപ്പന്റെ മഹത്വത്തെ മാനിക്കാനുള്ള മാന്യതയും മര്യാദയും മറന്ന ഈ പോങ്ങനെ ഉചിതമായ നിലയിൽ ആദരിക്കാനാണ് അവർ പെറ്റമ്മയുടെ സ്ത്രീലിംഗ സ്മരണ നടത്തുന്നത്. അത് പോങ്ങന് മനസ്സിലാവും. ഹരിത കേരളീയരുടെ സകല തെറിമോദനങ്ങളും ഏറെ വിനയത്തോടെ സഹജമായിട്ടുള്ള പുച്ഛപുരസരം ഈ പോങ്ങൻ സ്വീകരിക്കുകയാണ്. നമ്മുടെ മതേതര മരതകരത്നം മനാപ്പനും അതുപോലെ തന്നെ അർജുന്റെ സ്വന്തക്കാരും പരസ്പരമുള്ള വെടിവയ്പ് നിശേഷം അങ്ങോട്ട് നിർത്തിക്കളഞ്ഞു. അവരിപ്പോൾ ഒരു കുടുംബം. ഇടത്തരം നിലയിൽ ബഹുമാനപ്പെട്ട ആ മനാപ്പൻ പറഞ്ഞതിൽ നിന്നും അപാരമായ അളവിൽ ബഹുമാനപ്പെട്ട ഈ പോങ്ങൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, സംഘിയെന്നും അതുപോലെ തന്നെ അളിയൻ എന്നും മേലിൽ അർജുന്റെ സഹോദരി ഭർത്താവിനെ ആരും വിളിക്കരുതെന്നും മതേതര മരതകരത്നം മനാപ്പൻ അഭ്യർത്ഥന പുറപ്പെടുവിച്ചു കണ്ടു, അല്ലെങ്കിൽ കേട്ടു. അത് കേട്ടപ്പോൾ എന്റെ മാതാവിന്റെ സ്ത്രീലിംഗം എനിക്കൊരു സഹോദരിയെ സമ്മാനിക്കാഞ്ഞത് വലിയ രക്ഷയാണെന്ന മട്ടിൽ ഞാൻ ആശ്വസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണ് കേട്ടോ. അല്ലായിരുന്നുവെങ്കിൽ പെങ്ങളെ കെട്ടിയവനെ നാട്ടുനടപ്പനുസരിച്ച് അളിയാന്ന് വിളിച്ച് ഹരിത കേരളീയരുടെ കോപത്തിന് ഈ പോങ്ങൻ ഇടതടവില്ലാതെ ഇരപ്പെട്ടു പോകുമായിരുന്നു. ശരിയല്ലേ? സ്വാഭാവികമായും പെൺപേറിന് ഒട്ടും തന്നെ തയ്യാറാകാത്ത പെറ്റമ്മയുടെ സ്ത്രീലിംഗത്തിന് പോങ്ങൻ വളരെ ഉദാരമായി നന്ദി രേഖപ്പെടുത്താൻ കൂടി ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. എന്തായാലും ലോറി ഉടമ മനാപ്പനും ലോറി ഡ്രൈവർ അർജുന്റെ കുടുംബവും ഒന്നുചേർന്ന് ഒരൊറ്റ കുടുംബമായ നിലയ്ക്ക് ഉഗ്രവർഗീയവാദിയായിട്ടുള്ള ഈ പോങ്ങന്റെ 2ാം അധ്യായത്തിന് തീർത്തും പ്രസക്തി നഷ്ടം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു പ്രസക്തിയും ഇനിയില്ല. അർജുന്റെ ഭാര്യയോടും സഹോദരി ഭർത്താവിനോടും മറ്റു കുടുംബാംഗങ്ങളോടും പറയാനുണ്ടായിരുന്ന പല കാര്യങ്ങളും പോങ്ങൻ ഇനി പറയുന്നില്ല. പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ ചില കാര്യങ്ങൾ പോങ്ങന് പറയാതെ പോകാനും പറ്റില്ല. അർജുന്റെ പേരിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തിൽ ഒട്ടും കളങ്കമില്ലാതെ ഈ പോങ്ങനും പങ്കുചേരുന്നുവെന്നും അർജുന്റെ ആത്മാവിന് ശാന്തിയും നിങ്ങളുടെയൊക്കെ മനസ്സിന് സമാധാനവും ലഭിക്കണമെന്ന ആഗ്രഹം പ്രകൃതിക്ക് മുന്നിൽ ഒരു പ്രാർത്ഥന പോലെ ഈ പോങ്ങൻ സമർപ്പിച്ചിട്ടുണ്ടെന്നും അറിയിച്ചുകൊണ്ട് പറയാനുള്ള കാര്യത്തിലേക്ക് പോകാം. ഒന്നാമതായി പോങ്ങന് പറയാനുള്ളത്, ലോറി ഉടമ മനാപ്പ് ചാനലിന്റെ മുതലാളിയായിട്ടുള്ള മനാപ്പനോട് എന്തെങ്കിലും അന്യായം നിങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അർജുന്റെ കുടുംബം പ്രവർത്തിച്ചു എന്ന് കരുതുന്ന ആളുകൾക്കൊപ്പം ഈ പോങ്ങനില്ല. എന്നാൽ അർജുന്റെ അപകടവുമായി ബന്ധപ്പെട്ട് ആ സമയങ്ങളിൽ ഇന്ത്യൻ പട്ടാളത്തെ നിങ്ങൾ വിമർശിച്ച് സംസാരിച്ചത് തെറ്റാണെന്ന് വിശ്വസിച്ചവർക്കൊപ്പം തീർച്ചയായിട്ടും ഈ പോങ്ങൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയം നിങ്ങൾ അനുഭവിക്കുന്ന മനോനില മനസ്സിലാക്കാൻ കഴിയുമായിരുന്നതിനാൽ നിങ്ങളെ കുറ്റപ്പെടുത്താൻ അപ്പോൾ പോങ്ങൻ ഒട്ടും തയ്യാറായിട്ടില്ല എന്നുള്ളത് നേര്. രാഷ്ട്രീയപരമായി നിങ്ങളുടേത് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയതിനാൽ പട്ടാള വിമർശനത്തിന്റെ പേരിൽ തുടർന്ന് അങ്ങോട്ട് നിങ്ങളെ വിമർശിക്കാൻ പോങ്ങന് ഉദ്ദേശവുമില്ല. കാരണം കാക്കയോട് കുയിലിനെ പോലെ കൂവാൻ പറയുന്നതിൽ യുക്തിയില്ലെന്ന ബോധ്യം ഈ പോങ്ങനുണ്ട്. മാത്രവുമല്ല, കുറെ കാലം പോങ്ങൻ ഒരു കമ്മിയുമായിരുന്നു. അതുകൊണ്ട് എനിക്കറിയാം എന്താണ് കമ്മ്യൂണിസ്റ്റ് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ രാജ്യത്തോടും അല്ലെങ്കിൽ ആ രാജ്യത്തെ കാക്കുന്ന പട്ടാളക്കാരോടും ഏത് തരത്തിലുള്ള മനോഭാവവും ഏത് തരത്തിലുള്ള ഒരു സമീപനവുമാവും അവരോട് സ്വീകരിക്കുക എന്നുള്ള കാര്യം പോങ്ങന് വളരെ നന്നായിട്ട് അറിയാം. കാരണം പോങ്ങനും തീർച്ചയായിട്ടും ആ കമ്മി കാലത്തിലൂടെ കഴിഞ്ഞു പോയിട്ടുള്ള ഒരാളായതുകൊണ്ട് അത് അനുഭവിച്ചറിഞ്ഞു മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി 2ാമത്തെ കാര്യം, അർജുന്റെ മകനെ തന്റെ 4ാമത്തെ കുട്ടിയായി കണ്ട് വളർത്തുമെന്ന മനാപ്പന്റെ വാക്കുകളിൽ തലകുത്തി വീണ് സ്വബോധം നഷ്ടപ്പെട്ട ഒരുപാട് മലയാളികൾ കേരളത്തിലുണ്ട്.
ഒരുപാട് പേരുണ്ട്. മതേതരത്വത്തിന്റെയും മാനവികതയുടെയും ഉപദ്രവം അനിയന്ത്രിതമായ അളവിൽ നിരന്തരം നേരിടുന്ന ഒരു മസ്തിഷ്കത്തിന്റെ ഉടമയാണ് മനാപ്പനെന്നും ഇത്രയും മനുഷ്യപ്പറ്റുള്ള ഒരു വാഗ്ദാനം നൽകാൻ, ഒരു ഓഫർ വയ്ക്കാൻ മനുഷ്യത്വത്തിന്റെ കുത്തക മുതലാളിയായിട്ടുള്ള സാക്ഷാൽ ഊത്തപ്പലിയേട്ടന് പോലും സാധിക്കില്ലെന്നും വിശ്വസിച്ച് കഴിയുന്ന മലയാളികളാണ് ഹരിത കേരളത്തിൽ അധികവുമുള്ളത്. ഒരുപാട് പേരത്രക്കാരുണ്ട്. നിലവിൽ സംസ്ഥാനത്തിന്റെ കാനേഷുമാരി കണക്കിലേക്ക് 3 കുട്ടികളെ സംഭാവന ചെയ്യാനുള്ള സന്മനസ് ഇതിനോടകം കാണിച്ചവനാണ് നമ്മുടെ മനാപ്പൻ. നമ്മുടെ കാനേഷുമാരി കണക്കിന്റെ അഭിവൃദ്ധിക്കായി പണിയെടുക്കേണ്ട സമയത്തെ ഷിരൂരിൽ ചെന്ന് രാപാർക്കാനായി ആ മനാപ്പൻ മാറ്റിവെച്ചത് തീർച്ചയായും അദ്ദേഹത്തിന്റെ തൊഴിലാളി പ്രേമം ഒന്നുകൊണ്ട് മാത്രമാണ്. അങ്ങനെയൊക്കെ കരുതുന്നവരാണ് പ്രബുദ്ധ കേരളീയർ. അവരുടെ അത്തരം ആൾക്കാരുടെ കൂട്ടത്തിൽ അല്പസമയത്തേക്കെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടായിരുന്നില്ല, അല്ലേ? ഉണ്ടായിരുന്നുവെങ്കിൽ ഭൂലോക ഫ്രോഡായിട്ടുള്ള ഒരു രഹസ്യ ഏജന്റിന്റെ കുത്തിത്തിരിപ്പ് സഹായം കിട്ടിയാലും ഇനി കിട്ടിയില്ലെങ്കിലും മനാപ്പന്റെ ആ പ്രയോഗത്തിനെതിരെ നിങ്ങൾ പത്രസമ്മേളനവുമായി ഇറങ്ങില്ലായിരുന്നു എന്നുള്ളതാണ് പോകന്റെ ഒരു വിചാരം, അല്ലേ? ഇറങ്ങില്ലായിരുന്നു. ഏതായാലും ആ പത്രസമ്മേളനത്തോടെ നിങ്ങൾ ഹരിത കേരളീയർക്ക് മുന്നിൽ നന്ദി കെട്ടവരായി മാറി. അർജുന്റെ മകനെ തന്റെ 4ാമത്തെ കുട്ടിയായി വളർത്തുമെന്ന വർത്തമാനം പറഞ്ഞ മനാപ്പനെതിരെ പത്രസമ്മേളനം നടത്തുന്നതിന് പകരം നിങ്ങൾ മറ്റൊന്നായിരുന്നു വാസ്തവത്തിൽ ചെയ്യേണ്ടിയിരുന്നതെന്ന് പറഞ്ഞൊരു അഭിപ്രായമാണ് പോകാനുള്ളത്. അതായത് ഈ തക്കത്തിന് ഒത്തു കിട്ടുമ്പോൾ അർജുന്റെ ഭാര്യ സഹോദരനോ അല്ലെങ്കിൽ മറ്റ് പുരുഷ ബന്ധുക്കളോ ആ മനാപ്പന്റെ ചന്തിയിൽ പിടിച്ച് ഓന്റെ മസ്തിഷ്കത്തിന് നല്ല നുള്ളു കൊടുത്താൽ മതിയായിരുന്നു. ഈ മസ്തിഷ്കത്തിന് നുള്ളാൻ ചന്തിയിലാണോ പോങ്ങ പിടിക്കേണ്ടതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ആലോചിച്ച് സമയം കളയരുത്. മനാപ്പന്റെ മസ്തിഷ്കം ചന്തിയിലാണ് കുടികൊള്ളുന്നത് എന്ന കാര്യം മാത്രം അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി എന്നുള്ളതാണ് പോകന്റെ ഒരു എളിയ അഭിപ്രായം, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം. ഇനിയാണെങ്കിലും അവസരമുണ്ട്. എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ചാടി ചന്തിക്ക് പിടിച്ച് ഒറ്റ നുള്ളങ്ങ് നുള്ളണം. ചാടി ചന്തിക്ക് പിടിച്ച് നുള്ളുക. ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. മനാപ്പ മസ്തിഷ്കത്തിന്റെ ഇടതുഭാഗത്ത് നുള്ളണമെങ്കിൽ വലത് ചന്തിയിലും, അതുപോലെ മനാപ്പ മസ്തിഷ്കത്തിന്റെ വലതുഭാഗത്ത് നുള്ളണമെങ്കിൽ ഇടത് ചന്തിയിലും പിടിക്കണമെന്ന് മാത്രം. കിട്ടിയോ? ഇനി 3ാമത്തെ കാര്യം, ഈ മനാപ്പനോട് സ്നേഹവും സാഹോദര്യവും സൗഹൃദവും ഒക്കെ നിങ്ങൾക്ക് വെച്ച് പുലർത്താം. ഒരു കുടുംബമായി കഴിയാം. അതൊക്കെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. അത് വേണ്ടതുമാണ്. അതാണ് തീർച്ചയായിട്ടും ഒരു പരിഷ്കൃത സമൂഹത്തിൽ സംഭവിക്കേണ്ടതായിട്ടുള്ള മര്യാദകളും ജീവിതശൈലിയും. തീർച്ചയായിട്ടും പോകുന്നത് അംഗീകരിക്കുന്നു. ഒന്നോർത്താൽ നമ്മുടെ മനാപ്പന് ചന്തിയിലെങ്കിലും സ്വല്പം മസ്തിഷ്കമുണ്ട്. മനാപ്പന്റെ സ്തുതിപാഠകരുടെ ചന്തി പോലും പൊള്ളയാണ്. അതുകൊണ്ട് പൊള്ളച്ചന്തിയരായിട്ടുള്ള ഹരിത കേരളീയരുടെ മനാപ്പ സ്തുതി കേട്ട് ആ മനാപ്പനോട് ആജീവനാന്തകാല വിധേയത്വം പുലർത്തിയും അതുപോലെ തന്നെ നന്ദിയോടെ നട്ടല് വിളച്ചും ജീവിക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്കുണ്ട് എന്നും പോകാൻ കരുതുന്നില്ല. എന്നാൽ സ്നേഹ സാഹോദര്യ സൗഹൃദ സഹകരണങ്ങൾ വേണ്ടതുമാണ്. ആജീവനാന്തകാല വിധേയത്വവും കൂറുമൊന്നും പക്ഷേ വേണ്ടെന്ന് പറയാൻ കാരണമുണ്ട് കേട്ടോ. അതായത് മനാപ്പന്റെ ലോറി മണ്ണിനടിയിലായി. അത് മനാപ്പന്റെ സമയദോഷം. ആ ലോറിയിൽ ഡ്രൈവറായ അർജുൻ ഉണ്ടായിരുന്നു. അത് അർജുന്റെ അങ്ങേയറ്റത്തെ ദൗർഭാഗ്യവിധി. ഷിരൂരിൽ തങ്ങി ലോറി കണ്ടെടുക്കണം. അത് മനാപ്പന്റെ ആവശ്യം അല്ല, അത്യാവശ്യം. ലോറിയല്ല, അർജുനാണ് പ്രഥമ പരിഗണന എന്ന് പറയുന്നത് മനാപ്പന്റെ വകതിരിവ് അല്ലേ? അങ്ങനെയല്ലേ? അതെ, വകതിരിവുള്ളവർ അങ്ങനെ പറയൂ, അങ്ങനെ പറയാവൂ. എന്നാൽ മനാപ്പന്റെ അത്യാവശ്യത്തെയും വകതിരിവിനെയും മനുഷ്യത്വമായും നന്മയായും മതേതര ഭാവമായും ഒക്കെ മാത്രം കണ്ട് ആരെങ്കിലും ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മസ്തിഷ്ക ശൂന്യത മാത്രമല്ലേ? അല്ലേ? കുറച്ചുപേർ അദ്ദേഹത്തെ വളരെ ബോധപൂർവം നന്മയുടെയും മാനവികതയുടെയും ഒക്കെ മുഖമായി മാറ്റാൻ, ഒരു ഹരിത മുഖമായി മാറ്റാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണ്. അത് പറയാൻ എല്ലാവർക്കും കഴിയില്ല. കാരണം വർഗീയവാദി അല്ലെങ്കിൽ സംഘി എന്ന് പറയുന്ന വിളി കേൾക്കാൻ ധൈര്യമില്ലാത്ത, അതല്ലെങ്കിൽ അതെന്തോ കുറച്ചിലാണ് എന്ന് പറയുന്ന, ഇപ്പം അളിയൻ തന്നെ പറഞ്ഞു കേട്ടില്ല, ഞാൻ സംഘിയല്ല കേട്ടോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്തോ ഒരു കുറഞ്ഞ സംഗതിയാണ് സംഘി എന്നുള്ളത് ഈ ഹരിത കേരളത്തിൽ വരുത്തി വെച്ചിരിക്കുകയാണ്. അവ സംഘി എന്നുള്ള വിളി കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഈ മാനഭയമുള്ള ആളുകൾക്ക് മടിയാണ്. പോകനതില്ല, പോകന നാണവും മാനവും ഇല്ല. അതുകൊണ്ട് എന്തും കേൾക്കാൻ തയ്യാറാണ്. സത്യമല്ലേ? എന്തുകൊണ്ടാണ് മനാപ്പൻ, അല്ലെങ്കിൽ എന്തിനിതൊക്കെ പറയുന്നു? അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. മനാപ്പന്റെ അതിവൈകാരികതയാണ് അർജുനെ കേരളീയർ നെഞ്ചിലേറ്റാൻ കാരണമെന്ന് മനാപ്പൻ പറഞ്ഞു കേട്ടു.
അങ്ങനെ വിശ്വസിക്കാനും വിശ്വസിപ്പിക്കാനും തീർച്ചയായിട്ടും അയാൾക്ക് അവകാശമുണ്ട്. പോങ്ങന് പക്ഷേ വിശ്വാസം മറ്റൊന്നാണ്. മനാപ്പന്റെ മഹത്തായിട്ടുള്ള ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അർജുനെ അല്പം നേരത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു, ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന് പോങ്ങൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ കുറച്ചുകൂടി നേരത്തെ അർജുനെ കണ്ടെത്താൻ ഒരുപക്ഷെ കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് പോങ്ങന്റെ വിചാരം. അർജുന്റെ ലോറി പുഴയിലേക്ക് വീണത് കണ്ടെന്ന് പറഞ്ഞത് അവിടുത്തെ നാട്ടുകാരനാണ്. തന്റെ കണ്ണുകൊണ്ട് കണ്ടു, താനാണ് ദൃക്സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് തന്നെ അവിടെ ആൾ വന്നിരുന്നു. തന്റെ ലോറിക്ക് ഇത്ര ടൺ ഭാരമുണ്ടെന്നും അതുകൊണ്ട് ലോറി ഒരു കാരണവശാലും പുഴയിൽ പോകില്ലെന്നും നിരന്തരം പറഞ്ഞത് തീർച്ചയായിട്ടും ഈ മനാപ്പനാണ്. അത് മറക്കരുത്. ദൃക്സാക്ഷിയേക്കാൾ കൂടുതൽ മനാപ്പന്റെ ആ ഒരു ലോറി ഭാരത്തെക്കുറിച്ചുള്ള ഉറപ്പാണ് അവിടെ കൂടുതൽ പ്രശ്നമുണ്ടാക്കിയത്. തന്റെ ലോറിയെക്കുറിച്ചുള്ള അമിതമായ മതിപ്പ്. പ്രകൃതി എത്രത്തോളം ശക്തമാണ്, അല്ലെങ്കിൽ പ്രകൃതിയുടെ ശക്തി എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധമോ ആലോചനയോ അദ്ദേഹം കാണിച്ചില്ല. അതും ഒരു വലിയ കുഴപ്പമായി. ആ ഒരു തിരച്ചിൽ സംഘത്തിനെ, അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന നിലയിലായിരുന്നു ഈ മനുഷ്യൻ അവിടെ പെരുമാറിയിരുന്നത്. പുഴയിലിറങ്ങിയ തിരച്ചിൽ സംഘത്തെ പൊല്ലാപ്പുണ്ടാക്കി കരകയറ്റിയത് ആരാണെന്ന് ഹരിതമലയാളികൾ മറന്നുപോയി. പക്ഷെ പോങ്ങൻ മറന്നിട്ടില്ല. ഓർമ്മയുള്ളവൻ പറയുന്നത് മറവിയുള്ളവർ അംഗീകരിക്കുന്ന പതിവുമില്ല, ഒരിടത്തും പതിവില്ല. അതുപോട്ടെ, ഒന്നുറപ്പാണ് കേട്ടോ, ഈ ഷിരൂരിലെ അപകടത്തിന് പിന്നാലെ നടന്ന സംഭവങ്ങൾ ഓർമ്മയിലുള്ളവർ ഞാൻ പറഞ്ഞതിനോട് യോജിക്കാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, ഉറപ്പായിട്ടും യോജിക്കും. അത് പോങ്ങന്റെ ഒരു ബോധ്യമാണ്. എന്തായാലും മനാപ്പന്റെ അവകാശവാദം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് വിപ്ലവ സാഹിത്യകാരനായിട്ടുള്ള സാക്ഷാൽ ബെന്യാമിൻ സാറിനെയാണ്. ആടുജീവിതം എന്ന സിനിമ നജീബിന് ഏത് നിലയ്ക്ക് ജീവിത ഭദ്രത നൽകി എന്ന ഒരു ചോദ്യം മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞത് ഒരുമാതിരി മനാപ്പൻ സമ്പ്രദായത്തിലുള്ള മറുപടിയാണ്. അതായത് ആക്രി പെറുക്കിയും മീൻ വിറ്റും ജീവിച്ച നജീബിന് നാട്ടിൽ പേരുണ്ടാക്കി കൊടുത്തത് താനാണെന്ന മട്ടിലാണ് ആ മനുഷ്യൻ അന്ന് പറഞ്ഞത്. സത്യമായിട്ടും തന്റെ ആടുജീവിതം നജീബിന് പേര് നൽകിയെന്ന് ബെന്യാമിനും തന്റെ ഉടമ ജീവിതം അർജുന് പെരുമ നൽകിയെന്ന് മനാപ്പനും പറയുന്നു. അത് കേട്ട് രണ്ടുപേർക്കും ഹരിത കേരളം കയ്യടിയും നൽകുന്നു. ഒരുപക്ഷെ നാളെ ഈ മനാപ്പന്റെ ഉടമ ജീവിതം, അതായത് ഷിരൂരിൽ അദ്ദേഹം കഴിഞ്ഞ ഒരു 2-2.5 മാസക്കാലം നയിച്ചിട്ടുള്ള ആ ഉടമ ജീവിതം സിനിമയാക്കാനും ഈ സുഡോളിവുഡിൽ ആളുണ്ടാവും. ആ സിനിമയെ വമ്പൻ വിജയമാക്കാൻ തീർച്ചയായിട്ടും ഇവിടെ പ്രേക്ഷകരുണ്ടാവും. ആ സിനിമയെ വാനോളം വാഴ്ത്താൻ കോക്കുണ്ണിമാര് കാണും. തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി അർജുന്റെ ബന്ധുക്കളോട് പോങ്ങന് പറയാനുണ്ട്. തൊഴിലാളി പ്രേമത്തിന്റെ പല അവസ്ഥാന്തരങ്ങളും പലരിലും നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? എന്നാൽ ഇത്രയും മാരകമായിട്ടുള്ള ഒരു അവസ്ഥ മനാപ്പനിലല്ലാതെ ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് പോങ്ങന്റെ ഒരു വിചാരം, വിശ്വാസം. ഇന്നലെ അർജുന്റെ മകനെ തന്റെ 4ാമത്തെ മകനായി വളർത്തുമെന്ന് മനാപ്പൻ പറഞ്ഞു. നല്ലത്. ഇന്ന് ലോറിയുടെ ബോർഡിൽ അർജുൻ എന്ന് പേരെഴുതുമെന്ന് തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നു. വളരെ നല്ലത്. ബോർഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പോങ്ങൻ മറ്റൊരു കാര്യം ഓർത്തത്, അല്ലെങ്കിൽ മറ്റൊരു ബോർഡിന്റെ കാര്യം ഓർത്തത്. നമ്മുടെ നാട്ടിൽ ഈ ഫക്ക് ഓഫ് എന്നു പേരുള്ള ഒരു ബോർഡ് പമ്മി പതുങ്ങി കിടപ്പുണ്ട് കേട്ടോ. ഈ അടുത്ത കാലത്തായിട്ട് ആളുകൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വളരെ പമ്മി കിടക്കുകയായിരുന്നു അത്. അവകാശവാദമാണ് ഫക്ക് ഓഫ് ബോർഡിന്റെ പ്രധാനപ്പെട്ട ഒരു വിനോദം. നാളെ ഒരു പക്ഷേ ഞങ്ങളുടെ അർജുൻ 10 മാസം കിടന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഏതേലും ഒരു തൊഴിലാളി പ്രേമി ആ അമ്മയുടെ ഗർഭപാത്രത്തിനെങ്ങാനും അവകാശവാദം ഉന്നയിച്ചു വന്നു കഴിഞ്ഞാൽ എടുത്തു ചാടി നിങ്ങളൊരു തീരുമാനത്തിലേക്കൊന്നും എത്തിക്കൊടുക്കരുത് കേട്ടോ. ലോറിയുടെ ബോർഡിൽ പേര് വയ്ക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല ഈ ഫക്ക് ഓഫ് ബോർഡ് പേറുപാത്രത്തിൽ അവകാശം വയ്ക്കുന്നത്. അത് നമ്മൾ മറക്കരുത്, അല്ലെങ്കിൽ വലിയ ശക്തമായ ഓർമ്മയായി മനസ്സിൽ സൂക്ഷിക്കണം. ഒരു വർഗീയവാദിയുടെ സ്വരം നിങ്ങളിപ്പോൾ കേൾക്കുന്നുണ്ടാവും, അല്ലേ? കുഴപ്പമില്ല, എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, ഞാൻ ഉള്ളത് പറയും. മതേതരത്വവും മാനവിക ബുദ്ധിയും കൂടി ഇടവും മലവും നിന്ന് പെരുമാറിയാൽ മനുഷ്യർ എന്തെല്ലാം പേക്കൂത്ത് കാട്ടുമെന്ന് പറയാൻ പറ്റില്ല എന്ന ഓർമ്മ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവില്ലായിരിക്കാം. പക്ഷെ പോങ്ങന് നന്നായിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഈ വാഹിട്ടലയ്ക്കുമ്പോഴുള്ള ഒരു കുഴപ്പം സമയത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു ആലോചന കുറയുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. കുറച്ചധികം സമയം കടന്നുപോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർത്തും ശുദ്ധ മതേതരനായി മനാപ്പനെ പോങ്ങൻ കാണുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? മതേതര മരതകരത്നം മനാപ്പനെ വിശുദ്ധനായി കാണുന്നവരുടെ എണ്ണപ്പെരുക്കം കണ്ട് പോങ്ങൻ അതിശയിക്കാത്തത് എന്തുകൊണ്ടാണ്? അർജുൻ വിഷയത്തിൽ സംസാരിക്കാൻ പോങ്ങനുള്ള യോഗ്യത എന്താണ്? ഇങ്ങനെ അല്പം കൂടി കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളുടെ സമയത്തെ മാനിച്ചുകൊണ്ട് അത് അടുത്ത അധ്യായത്തിൽ പറയാം.
ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരു വ്യക്തിക്ക് ഈ നിലയിലേക്ക് പെട്ടെന്ന് തന്നെ പൊട്ടി ഉയർന്നു വന്ന് ഒരു മതേതര മാനവിക മുഖമായിട്ട് വരാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസ കുറവിന്റെ അനന്തരഫലമൊന്നുമല്ല, അത് വകതിരിവിന്റെയും വിദ്യയും അഭ്യാസവും വെവ്വേറെയും കൈവശമുള്ളത് കൊണ്ട് തന്നെയാണ് അത് സാധ്യമാകുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.